ഇതെല്ലാം എടുത്ത് അഴിക്കാനായിട്ട് എന്തോ പാടാണ് വിടുന്നത്. ആരെയും പിള്ളേരൊക്കെ നമുക്ക് അവിടെ പോകാം, ഇവിടെ പോയി കാണാം, വെള്ളം കാണാം, അങ്ങനെയൊക്കെ പോകാന്ന് പറഞ്ഞാൽ വലിയ സങ്കടമുണ്ട്. സന്തോഷവും കഷ്ടപ്പെടണമല്ലോ എന്ന് ഓർത്ത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഞാൻ പുറത്തേക്ക് പോകാമെന്ന് കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഞാൻ പെട്ടിക്ക് അതെല്ലാം എടുത്ത് വെക്കുന്നത്, പെട്ടി പാക്ക് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ പപ്പ ഇപ്പോൾ താഴെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കാം കേട്ടോ. കേട്ടോ, ഏതിനകത്തെങ്കിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കൂടിനകത്ത് കണ്ടേക്കും കേട്ടോ. വളരെ ശ്രദ്ധിച്ചോളൂ. അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം എടുത്ത് അഴിക്കാനായിട്ട് എന്തോ പാടാണ് ഒരു പിള്ളേരെ വിടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്നൊക്കെ എടുക്കാം. ഗുളികയൊക്കെ ഇതിനകത്തിട്ടൊക്കെ. ആ, ഹലോ, ഹായ് പറ. ഹായ് പറഞ്ഞേ. എല്ലാത്തിനകത്തും ഓരോന്നുണ്ട് കേട്ടോ. പറ ഹായ് കേട്ടോ. എന്തോ ഓരോന്നിനകത്തും എല്ലാത്തിനകത്തും ഓരോന്നോരോന്നുണ്ട്. ശ്രദ്ധിച്ചോണം. ഈ വെക്കുവാണോ ശരിക്കും? വെക്കാനുള്ള പാട കണ്ടില്ല, എല്ലാം പോയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പുറത്ത്. ഇത് നല്ല പണിയാകട്ടെ അയച്ചു കൊടുക്കുന്നത്. ക്ലിപ്പ് വേണ്ടത്. അവിടെ നോക്കുമ്പോഴാ ഇവിടെ നോക്ക്. കറക്റ്റ് 20. മമ്മിയുടെ ഫുഡ് ഇനി 1 വർഷം കഴിഞ്ഞേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഞാനിപ്പോൾ റിസൈൻ ചെയ്തിട്ടൊരു 2 വീക്സ് ആയി കാണും. ഇത്രയും ദിവസം കഴിച്ചിട്ടും ഇതുപോലെ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ 4 മണിയായപ്പോൾ ചായ കുടിച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രയറുണ്ട്. പ്രയർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക, നേരെ കിടക്കുക. കാരണം എനിക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ്, പക്ഷേ 7 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങളൊരു 3 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടുന്ന് പോവും രാവിലെ. അതുകൊണ്ട് നേരത്തെ കിടക്കും. മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഡ്യൂട്ടി ഇല്ലാത്ത എല്ലാ ഞായറാഴ്ചയും അല്ലാണ്ടിക്ക് പോക്കോളും കേട്ടോ. ആരെങ്കിലും പിള്ളേരൊക്കെ നമുക്ക് അവിടെ പോകാം, ഇവിടെ പോയി കാണാം, വെള്ളം കാണാം, അങ്ങനെയൊക്കെ പോകാന്ന് പറഞ്ഞാൽ പോയേക്കരുത്. അതിൻ്റെ ആവശ്യം നല്ലതല്ലേ? എന്നും നല്ലതായിട്ട് പോകണം. വെള്ളമാ ഒന്നും കളിക്കാനൊന്നും പോകരുത്. 4 ഏറ്റവും വെള്ളമാണ് നടുക്കായി 4 ഇട്ട് കുഞ്ഞു കോഴിയോളം പോലെയൊന്നും അല്ല. വെള്ളത്തിക്കൊണ്ടുള്ള കോഴിയും വരെയുണ്ട്. പിള്ളേർ പറയും നമുക്ക് അതേ കയറി എനിക്കൊന്ന് പോകാം, അക്കരയ്ക്കൊന്ന് പോകാമെന്നൊക്കെ പറയും. ഞാൻ അപ്പം പോവും. അപ്പച്ചൻ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയാനുണ്ടോ? ഞാൻ പോകുന്ന സങ്കടമുണ്ടോ അപ്പച്ചന്? വലിയ സങ്കടമുണ്ട്. സന്തോഷവും കഷ്ടപ്പെടണമല്ലോ എന്ന് ഓർത്ത്. അമ്മച്ചി കുറേ ഉപദേശിച്ചു എന്നെ. ഞാൻ ആ വീഡിയോ എല്ലാവരെയും കാണിക്കുന്നു. അമ്മച്ചി കുറേ ഉപദേശിച്ചു അപ്പച്ച. ഞാൻ അത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ വിളിക്കും. അപ്പോൾ കടലിലോട്ടൊന്നും പോകരുത്. ഇല്ല, ഞാൻ പറയായിരുന്നു അവിടെ എല്ലാം 4 ചുറ്റും വെള്ളമല്ലേ. പിന്നെ ഞാനൊക്കെ ഓരോന്ന് വീഡിയോ ഇടും. അമ്മച്ചി ആന്റിക്കൊക്കെ ഇട്ട് കൊടുക്കും എവിടെയൊക്കെ പോകുന്നത്. എനിക്ക് ഞങ്ങൾക്ക് കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം സമയം ഏകദേശം ഒരു 11:30 കാണും. ഞങ്ങൾ പ്രെയർ നടന്നുകൊണ്ടിരുന്ന സമയത്ത്
ഓരോരുത്തർ ജോയിൻ ചെയ്തു. കുറേ ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന്. ഞങ്ങളുടെ ചർച്ചിലെ ഒരു പാസ്റ്ററൊക്കെ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. പപ്പയുടെ ഫ്രണ്ട്സ് കുറച്ച് പേര്, പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ അപ്പച്ചനും അമ്മച്ചിയും, എൻ്റെ സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ഉച്ചയ്ക്ക് വന്നതാണ്. അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പോയി. ഇനിയും രാവിലെ ഞങ്ങൾക്ക് 3 മണിക്ക് പോകണം. എന്നിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. എൻ്റെ റൂം ഇനിയിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഇനി കിടക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ ചർച്ചിലെ പാസ്റ്റർ ആൻറ്റി, പാസ്റ്റർ ഫാമിലി, പിന്നെ പപ്പയുടെ ഫ്രണ്ട്സ് കുറേ അങ്കിളുമാരും, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ OTയിലെ സെൻറ്റ് ചെത്തിപ്പുഴയിലെ ചേച്ചിമാരും ചേട്ടന്മാരും സിസ്റ്റേഴ്സും ഉണ്ട്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കേട്ടോ, നന്നായിട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. അപ്പം ഇനി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ പുതിയ വിശേഷം കാണിക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.